മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 43, 5-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 5-ാം അധ്യായം 43. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നല്ലോ. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിദ്യ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. പുതിയ നിയമത്തിന്റെ ഏറ്റവും കാതലായ ഭാഗമാണിത്. വ്യാഖ്യാനം: ദ്രോഹിക്കുന്നവരെ തടയരുതെന്ന് കൂടുതൽ സഹിക്കാൻ തയ്യാറാകണമെന്നും കർത്താവ് പഠിപ്പിച്ചു. അതാണ് നേരത്തെ നമ്മൾ പഠിച്ചത്. ദ്രോഹിക്കുന്നവരോട് സ്നേഹവും അതിൻ്റെ ഫലങ്ങളും കാണിക്കാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നു. മുൻപ് ദ്രോഹിക്കുന്നവരെ തടയരുത്, റെസിസ്റ്റ് നോട്ട് വാട്ട് ഈസ് ഈവിൾ, ഇതാണ് നമ്മൾ പഠിച്ചത്. മുമ്പിൽ പറഞ്ഞതെല്ലാം നിയമത്തിന്റെ പൂർത്തീകരണത്തെ സംഭവിക്കുന്നു. അതുപോലെ അവസാനത്തെ ഈ കൽപ്പന സ്നേഹത്തിന്റെ നിയമത്തിന്റെ പൂർത്തീകരണത്തെ പരാമർശിക്കുന്നു. അപ്പസ്തോലന്റെ അഭിപ്രായത്തിൽ അത് നിയമത്തിന്റെ നിറവേറ്റലാണ്. അതായത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ വിശുദ്ധ അപ്പസ്തോലൻ പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട്, സ്നേഹം നിയമത്തെ പൂർത്തീകരിക്കുന്നു. നിയമത്തിന്റെ പൂർത്തീകരണമാണ് സ്നേഹം. ഈ വചനമൊക്കെ നമുക്ക് ബൈഹാർട്ടാണ്, പക്ഷെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. വിശുദ്ധ അഗസ്തീനോസ്, നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന കൽപ്പന കൊണ്ട് മനുഷ്യവംശത്തെ മുഴുവൻ ഉദ്ദേശിക്കുന്നു. അർദ്ധപ്രാണനായി ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യന്റെ ഉപമയിൽ കർത്താവ് അത് കാണിച്ചു. നമ്മുടെ കാരുണ്യ പ്രവൃത്തി ആവശ്യമായിരിക്കുന്ന എല്ലാവരും നമ്മുടെ അയൽക്കാരാണെന്ന് പഠിപ്പിച്ചു. നിന്നെ വെറുക്കുന്നവന് നന്മ ചെയ്യുക എന്നും അവിടെ നിന്ന് പറയുന്നു. കാരുണ്യ പ്രവൃത്തി ആർക്കും നിഷേധിക്കരുത് എന്നർത്ഥം. അഗസ്തീനോസ്, നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന കൽപ്പന കൊണ്ട് കണ്ടോ മനുഷ്യവംശത്തെ മുഴുവനും ഉദ്ദേശിക്കുന്നു. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു. യേശുക്രിസ്തു ദൈവത്തിനും മനുഷ്യരാശിക്കും മധ്യേ നിൽക്കുന്ന ഏക മധ്യസ്ഥനാണ്. രക്ഷാകര പദ്ധതി മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ എല്ലാ മനുഷ്യരെയും ഒരർത്ഥത്തിൽ തന്നോട് സംയോജിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരെയും തന്നോട് സംയോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അയൽക്കാരൻ ആരാണ്? എൻ്റെ അയൽക്കാരൻ. നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന കൽപ്പന കൊണ്ട് മനുഷ്യവംശത്തെ മുഴുവനും ഉദ്ദേശിക്കുന്നു. ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചേ, മനുഷ്യവംശത്തെ മുഴുവനും. നമുക്ക് ചില നിറത്തിലുള്ള ആളുകളെ ഒന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ അവരുടെ എല്ലാം അകത്തൊരു നിറമേ ഉള്ളൂ. പുറത്ത് പല നിറമാണെങ്കിലും അകത്തെല്ലാവരും ഒരേ നിറമാണ്. അവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്. ഇനി സ്നേഹിക്കുന്നവരല്ലെങ്കിൽ തന്നെയും ക്രിസ്തു അവരെ സ്നേഹിക്കുന്നു, മനുഷ്യവംശത്തെ. അപ്പൊ ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ വിഷമം വിചാരിക്കരുത്. ഇത് പല പ്രാവശ്യം കേട്ടാലും നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുന്നത്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലായാൽ മാത്രം പോരാ, അത് നമ്മുടെ ആത്മാവിൽ പതിയണം, ആത്മാവിൽ മുദ്ര കുത്തണം. അതനുസരിച്ച് സ്നേഹം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകണം. സ്നേഹം ഒഴുകാതെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളിൽ ഇപ്പോഴും പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നടക്കുന്നില്ലാത്തതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും
പലതും സംഭവിക്കുന്നില്ല. ഇപ്പൊ കൊറോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് ആരെങ്കിലും ഉണ്ടോ? സഭ മുഴുവനും പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും കൊറോണയ്ക്ക് അനക്കമൊന്നുമില്ല. കാരണം എന്താ? നമ്മള് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിലെ പലരോടും ശത്രുതയും വെറുപ്പും വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് തുറന്ന് പറയുന്നുണ്ട് പലയിടത്തും, എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ലോകത്തിന് വേണ്ടി. അപ്പോൾ എവിടെയാണ് നമ്മുടെ സുവിശേഷം? അപ്പോൾ കർത്താവ് എല്ലാ ജനതയുടെയും അപ്പനാണ്. എല്ലാവരും ദൈവത്തെ സംബന്ധിച്ച് തൻ്റെ മക്കളാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ എന്ത് പ്രാർത്ഥിച്ചു, എത്ര പ്രാർത്ഥിച്ചു, ഇത്ര കൊന്ത ചൊല്ലി, ഇത്ര കരുണ കൊന്ത ചൊല്ലി, ഇത്ര കുർബാന അർപ്പിച്ചു, ഇത്ര വിശ്വാസ പ്രമാണം അർപ്പിച്ചു എന്നെല്ലാം പറഞ്ഞാലും ദൈവം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാന, ഈശോ നൽകിയിരിക്കുന്ന ഒരേ ഒരു കൽപ്പന ഇതാണ്. ഈ 10 കൽപ്പന മുഴുവനും അവര് പരിസേരും നിയമച്ചരും അതിനെ മുറിച്ച് 600 ശിഷ്ടം കൽപ്പനയാക്കിയെങ്കിൽ കർത്താവ് ഈശോ മിശിഹാ വന്നിട്ട് ഒറ്റ കൽപ്പനയാക്കി മാറ്റി. ഒറ്റ കൽപ്പനയേ ഉള്ളൂ ഇനി. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് റോമർ 10:13 എല്ലാം പറഞ്ഞത്. എന്താ റോമർ 13 പറയുന്നത്? പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. സ്നേഹം അയൽക്കാരനൊരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. അപ്പൊ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഈശോ പറഞ്ഞു, നമ്മളിത് പല പ്രാവശ്യം ചിന്തിച്ചതാണ്. എന്താണ് ഏറ്റവും വലിയ കൽപ്പന? ദൈവത്തെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടെ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്നിട്ട് ഈശോ എടുത്തു പറഞ്ഞു, രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യം തന്നെ. നമ്മളിത് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഇത് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം സ്നേഹമുള്ളവരെ. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. ഇതാണ് ഈശോ പറഞ്ഞിരിക്കുന്ന പുതിയ കാര്യം. പരിസേരും നിയമച്ചർക്കും ഇത് മനസ്സിലായിട്ടില്ല. അവർ ദൈവത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, കാളേനെ കൊല്ലും, ബലിയർപ്പിക്കും, ആചാരങ്ങൾ നടത്തും, അവരുടെ പ്രാർത്ഥനകൾ ഇതൊക്കെ നടത്തി ദൈവത്തെ പ്രീതിപ്പെടും. പക്ഷെ പുറത്തിറങ്ങി ഒരുത്തനെ കണ്ടാൽ പറയും, അവൻ പാപിയാണ്, അവരെ തുടരുത്, അവനോട് മിണ്ടരുത്, അവരോടൊക്കെ വെള്ളം കുടിക്കരുത്, അവരെ വീട്ടിൽ കയറ്റരുത്. പോയില്ലേ? ഈ അവസ്ഥയ്ക്ക് ഇന്നും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? നമുക്ക് ലോകത്തെ മുഴുവനും മാറ്റാനൊന്നും നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റണില്ല. നമ്മൾ മാറാൻ പറ്റും വേണമെങ്കിൽ. ഒരാൾ മാറുമ്പോൾ, നമ്മൾ കുറച്ചു പേര് മാറുമ്പോൾ ദൈവത്തിന് എന്തോ ഒരു സന്തോഷമായിരിക്കും. പ്രധാനമായിട്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ വലിയ ചലനമുണ്ടാകും. ലോകം മുഴുവനിലും വലിയ ചലനമുണ്ടാകും. അതായത് പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ സിനഗോഗിൽ പോകുന്നു, ദേവാലയത്തിൽ ദൈവത്തെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു, 1-ാം പ്രമാണം. പക്ഷെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ മനുഷ്യരെ കാണുമ്പോൾ അവൻ ശരിയല്ല, മറ്റവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അവനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള മനോഭാവമാണെങ്കിൽ നമ്മൾ ഈ ആരാധിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? ഇത്രയും ജ്ഞാനമില്ലേ നമുക്ക്? ഒരു വശത്ത് നമ്മളൊക്കെ ഭയങ്കര കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സാണ്, ഭയങ്കര കമ്പ്യൂട്ടർ തലയാണ്. പക്ഷെ ഈ കാര്യത്തിൽ മനുഷ്യന്റെ ജ്ഞാനമില്ലായ്മയാണ്. 1-ാം പ്രമാണമുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നു, ഭയങ്കര ആരാധനയാണ്. പക്ഷെ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വിശ്വാസമേ അല്ല എന്നാണ് പറയുന്നത്. അതാണ് പണ്ട് മുതൽ പറയണത്. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ എല്ലാം പറയണത്. പണ്ടേ മുതലേ ദൈവം പറയണത് ഇത് തന്നെയാണ്. സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിക്കുന്നു. പരസ്പരം സ്നേഹിക്കാതെ നമ്മൾ എന്തെല്ലാം ആരാധന നടത്തിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നത് നമ്മൾ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പറയും. നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. 1 യോഹന്നാൻ 3:23. അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവന്റെ കൽപ്പന. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നുണ്ടോ? അവന്റെ കൽപ്പന അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 4 മുഴുവനും ഇത് തന്നെയാണ്. പക്ഷെ 3ന്റെ അവസാനം നോക്കി, അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവന്റെ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കണമെന്ന് നാം അറിയുകയും ചെയ്യുന്നു.
എന്താണ് 23, അവിടത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുകയും അവൻ നമ്മൾ കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. അപ്പൊ ഈ പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നമുക്ക് വേറൊരു കടപ്പാടുമില്ല. എന്നാൽ ഇപ്പൊ ഒന്നും കൂടി അതൊന്ന് 23, 24 ഒന്നും കൂടി എടുത്ത്. ഇതാണ് അവന്റെ കൽപ്പന, പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവന്റെ കൽപ്പന. 24 പറയുന്നുണ്ട് എങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവിലൂടെ. അപ്പൊ നമ്മളെ പരിശുദ്ധാത്മാവിനെ വചനപ്രഘോഷത്തിനും രോഗശാന്തിക്കോ മാത്രമായിട്ടോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ പോരാ. പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകും. റോമർ 5:5. എന്താ റോമർ 5:5? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം പോലെയാണ് ചൊരിയപ്പെടുന്നു. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നവരിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം ആത്മാവാനൻ സഹായകൻ. കണ്ടോ, പരിശുദ്ധാത്മാവ് ത്രിത്വത്തിന്റെ മൂന്നാമത്തെ ആളായിട്ട് നമ്മളിൽ തന്നെ ഉണ്ട്. ആ പരിശുദ്ധാത്മാവിനോട് നമ്മളെ സഹായിക്കാൻ നമുക്ക് ഒരുമിച്ച് എന്നെ സഹായിക്കണേ എന്ന് പറയാം. ഫിൽ മീ വിത്ത് യുവർ ലവ്. പറഞ്ഞു വന്നത് 12-ാം അധ്യായത്തിൽ വരദാനങ്ങളെ കുറിച്ചെല്ലാം പറയുന്നു. എന്നിട്ട് പൗലോസ് 13-ാം അധ്യായത്തിൽ പ്രപഞ്ചത്തിൽ ഇന്നേ വരെ ഇതുപോലെ ഒരു സ്നേഹത്തെക്കുറിച്ചൊരു ഗീതമുണ്ടായിട്ടില്ല. എന്താണ്? നിനക്ക് വലിയ ഭാഷാചാതുര്യം ഉണ്ടായിരിക്കാം, നീ ഭയങ്കര തീപ്പൊരി പ്രസംഗം പറയുന്നവനായിരിക്കാം, എന്തിനു പറയണം നീ ഭാഷാവരം ഉണ്ടാവണ ആയിരിക്കാം, എന്തിനു പറയണം നീ മാലാഖമാരുടെ ഭാഷയിൽ സംസാരിക്കുന്നവനായിരിക്കാം. എങ്കിലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. നമ്മൾ കുറെ മുഴക്കമുണ്ട്, അതുകൊണ്ട് പ്രയോജനമുണ്ടോ? നമ്മൾ മുഴക്കമുണ്ടായതുകൊണ്ട് പ്രയോജനമുണ്ടോ? സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. ഇതെന്നെ വളരെയധികം സ്പർശിച്ചിട്ടുള്ള വാക്കാണ്. ചില സമയത്ത് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് താനും. ഇപ്പോഴും ചില സമയത്ത് ഒരു ദിവസം ആ സ്നേഹത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് നന്നായി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ അവസ്ഥ ഞാൻ വെറും വെറും മുഴക്കം മാത്രം, മുഴങ്ങുന്ന ചേങ്ങല, ചിലമ്പുന്ന കൈത്താളം. ഞാനിത് പറയുമ്പോൾ എൻ്റെ കാര്യമായിട്ട് പറയണത് മറ്റുള്ളവര് വിമർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നമ്മൾ ഓരോരുത്തരും ഈ വചനത്തിലെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണോ? എന്തുകൊണ്ട് സ്നേഹമില്ലെങ്കിൽ? വീണ്ടും 3 പ്രാവശ്യം അതിനെക്കുറിച്ച് പറയാണ്. നിനക്ക് പ്രവചനപരമുണ്ടായിരിക്കാം, സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനങ്ങളും ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്നവൾ. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. പൗലോസ്ലീഹയുടെ ഒരു ഗുണം ഇതാണ്. പൗലോസ്ലീഹ സ്വന്തം പേരിൽ ഇതൊക്കെ പറയണത് ഞാൻ. എന്നാൽ നമുക്ക് വേണ്ടിയാണ് അങ്ങനെ പറയണേ. വീണ്ടും 3-ാമത്തെ പ്രാവശ്യം പറയാണ്, എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും, അതാണ് എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഇതെല്ലാം ഈ പുതിയ നിയമത്തിന്റെ കാര്യമാണ്. ഇവിടെയാണ് ഫരിസേയ മനോഭാവവും പുതിയ നിയമത്തിന്റെ യേശു മനോഭാവവും തമ്മിൽ നമുക്ക് മാറ്റുരച്ച് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? നമ്മളെ കൊല്ലാൻ വരണം, നമ്മളെ പീഡിപ്പിക്കുമെന്ന് പറയുന്ന മനുഷ്യരെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അപ്പൊ ഇതാണ് ഇവിടെ ഈശോ പഠിപ്പിക്കുന്ന ഭയങ്കര വലിയ രഹസ്യം. നിന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പാവികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറയാൻ പോണത് നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഈശോ അത് പറയാതിരുന്നത് എന്തുകൊണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. നായ്ക്കളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഈശോ പറഞ്ഞു വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തിനു പറയണു? നായ്ക്കള്.
പട്ടിക്കുഞ്ഞുങ്ങളും ചെയ്യുന്നില്ലേ? സ്നേഹിക്കുന്നവനെ സ്നേഹിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ബോർഡ് എഴുതി വെച്ചേക്കണത്, ബിവെയർ ഓഫ് ഡോഗ്സ്. വീടുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം വലിയൊരു പട്ടീനെ വളർത്തുന്നുണ്ട്. എന്തിനാ പട്ടീനെ വളർത്തണേ? ശത്രുക്കളെ സ്നേഹിക്കാന്. പറയും, എന്തിനാണ് ഈ പട്ടികളെ നമ്മൾ വളർത്തുന്നത്? പട്ടികളുടെ സ്വഭാവം നമുക്കറിയാം. എന്താ പട്ടിയുടെ സ്വഭാവം? അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റില്ല, ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റില്ല. സ്വന്തം യജമാനെ മാത്രം പട്ടി സ്നേഹിക്കുള്ളൂ. അതിന് കഞ്ഞി കൊടുക്കണ ആളെ സ്നേഹിക്കും, അതിന് ഭക്ഷണം കൊടുക്കണ ആളെ സ്നേഹിക്കും. വേറെ ആര് വന്നാലും ബൗ 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 ബഹളൊച്ചുണ്ടാക്കി കാടിച്ച് കീറും. അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ പട്ടീനെ വളർത്തണേ. അപ്പോ എന്താ കാരണം? പട്ടിക്ക് എന്തുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല? പട്ടിക്ക് നമുക്കുള്ള പോലെ ആത്മാവില്ല. അതുകൊണ്ടാണ്. പട്ടിക്ക് നമുക്കുള്ള പോലത്തെ ആത്മാവില്ല. ആത്മീയവും അനശ്വരവുമായ ആത്മാവില്ല. നമുക്ക് ആത്മീയവും അനശ്വരവുമായ ആത്മാവുണ്ടായിട്ട് എന്ത് പ്രയോജനം? ആത്മീയവും അനശ്വരവുമായ ഈ ആത്മാവിൽ ദൈവസ്നേഹം നിറഞ്ഞില്ലെങ്കിൽ ഞാനൊന്നും പറയില്ല. ആത്മീയവും അനശ്വരവുമായ ഈ ആത്മാവിൽ ദൈവസ്നേഹം നിറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ നമ്മൾ ഇത്രയും താഴ്ത്തി പറയണ്ട. പൗലോസ്ലീഹ പറഞ്ഞ വാക്കെടുക്കാം, മുഴങ്ങുന്ന ചേങ്ങലയും ചെലമ്പുന്ന കൈത്താളും. നമ്മൾ ബഹളം ഉണ്ടാക്കും, ഒച്ച ഉണ്ടാക്കും. മീഡിയയിലായാലും പേപ്പറിലായാലും വചനപ്രഘോഷണത്തിലായാലും ഭയങ്കര ഒച്ചയാണ്. എന്താ? മുഴങ്ങുന്ന ചേങ്ങലേ ആയിട്ടുള്ളൂ. നമ്മൾ ചെലമ്പുന്ന കൈത്താളമേ ആയിട്ടുള്ളൂ. നമ്മളിപ്പോഴും ഒരു ഫരിസേയനേ ആയിട്ടുള്ളൂ. നമ്മൾ ക്രിസ്തു ശിഷ്യനാകണമെങ്കിൽ നമ്മളിൽ കംപ്ലീറ്റ് മാറ്റം വേണം. ഈ ഒരു കാര്യത്തിൽ മാറ്റം വേണം. മാർപ്പാപ്പ നമ്മുടെ പള്ളി പ്രസംഗത്തിൽ പല പ്രാവശ്യം പറയാറുണ്ട് ഇത്. അപ്പൊ അതിൽ മാർപ്പാപ്പ പറയാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ ശത്രുവിനെ സ്നേഹിക്കണമെന്ന്. 3 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പ്രാക്ടിക്കലായിട്ട് ശരിക്കും പാസ്റ്ററൽ എന്ന് പറയണം. വെറും ഒരു തിയോളജിക്കൽ പ്രസന്റേഷൻ അല്ല മാർപ്പാപ്പ നടത്തുന്നത്. ജനത്തിന്റെ ഹൃദയവികാരങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് എങ്ങനെ അവരെ സഹായിക്കണം എന്നുള്ളതാണ്. നമുക്കത്ര എളുപ്പമുള്ള കാര്യമല്ല ശത്രുക്കളെ സ്നേഹിക്കുക. എങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നു. നമുക്ക് എളുപ്പമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ക്രിസ്തു ശിഷ്യനാണെങ്കിൽ ക്രിസ്തു പറഞ്ഞത് ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നാലല്ലേ ക്രിസ്തു ശിഷ്യനാകുള്ളൂ. അതുകൊണ്ട് മാർപ്പാപ്പ പറയാണ്, നമ്മളിത് ചെയ്തേ തീരൂ, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി അല്ല, നമുക്ക് നിത്യജീവനില്ല ഇത് ചെയ്തില്ലെങ്കിൽ. സഹോദരനെ വെറുക്കുന്നവന് നിത്യജീവനില്ല, അവൻ കൊലപാതകിയാണെന്ന്. അത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എവിടെയാ? നമ്മൾ ഭയങ്കര പ്രതികരണങ്ങളും ഭയങ്കരമായിട്ട് ആക്രോശങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആരാ? നമ്മൾ കൊലപാതകികളായിരിക്കുന്നു. ഇത് മനസ്സിലാകാത്ത എന്താ? സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാവും. മാർപ്പാപ്പ പറഞ്ഞ 3 കാര്യം ഇങ്ങനെയാണ്. മാർപ്പാപ്പ പറഞ്ഞത് ആദ്യം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുന്നു, ഒരുപോലെ മഴ പെയ്യിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. ദൈവം അവരെ സ്നേഹിക്കുന്നു, നമ്മളവരെ വെറുക്കുന്നു, പക്ഷെ ദൈവം അവരെ സ്നേഹിക്കുന്നു. ഈ വചനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. അപ്പൊ മാർപ്പാപ്പ പറഞ്ഞ ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ദൈവം അവരെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ആദ്യം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മാർപ്പാപ്പ പറഞ്ഞത് രണ്ടാമതാണ്. ആദ്യം ദൈവം അവരെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. രണ്ടാമത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പൊ ആ ദൈവം അവരെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും അവരുമായിട്ട് ഒരു ഐക്യമായി. പിന്നെ അവരെ സ്നേഹിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇത് ആണ് ക്രിസ്തീയത. ക്രിസ്തീയത എന്ന് പറഞ്ഞത് ഇതാണ്. ആ ഗ്രഹാം സ്റ്റെയിനിനെ കുറിച്ചൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ആചാരമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ റാണി മരിയായെ കുത്തിക്കൊന്ന ധാരാ സിംഗ്, അല്ലെങ്കിൽ ആ സിംഗിന്റെ പേര് ഞാൻ മറന്നുപോയി. എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് ഇൻഡോറിൽ. റാണി മരിയ എൻ്റെ ധ്യാനം കൂടിയിട്ടുള്ളതാണ്. അന്ന് ഞാൻ ധ്യാനങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യയിൽ തീപ്പൊരി പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ്. ഭയങ്കര മതപീഡനങ്ങളുള്ള സമയത്ത് നോർത്ത് ഇന്ത്യ മുഴുവനും ഓടി നടന്ന് ധ്യാനിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ. പലരും എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കൊരു ഭയവും തോന്നിയില്ല.
ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ എല്ലാ അവസാനം ഞാൻ പറയും, ഇവിടെ നമ്മൾ സുഖലോലുപതയ്ക്കോ എന്തെങ്കിലും സ്വന്തമായ കാര്യത്തിനല്ല വന്നേക്കുന്നത്. പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റർമാരെ, അവരാണല്ലോ പ്രധാന ശുശ്രൂഷ നടത്തുന്നത്. കർത്താവിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി ജീവൻ ബലികഴിക്കാൻ നിങ്ങൾ പെട്ടെന്നെടുത്ത് ചാടരുത്. വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ജീവൻ ബലികഴിക്കാൻ തയ്യാറുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ. അന്ന് ഈ റാണി മരിയാണ് ചാടി എഴുന്നേറ്റിട്ടുള്ളത്. അന്ന് ഈ സിസ്റ്റർ റാണി മരിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇൻഡോർ ബിഷപ്പ് ഹൗസിൽ വെച്ചിട്ടാണ് ആ ധ്യാനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സമന്തർ സിംഗ് പറയാണ്, എനിക്കറിയില്ല, ഒരു ശക്തി എന്നെ അങ്ങ് വന്ന് എന്നിൽ നിറഞ്ഞ് ഞാനത് ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങൾ. ഇൻഡോർ ബിഷപ്പ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു സിസ്റ്റർ മരിച്ചു കഴിഞ്ഞാൽ ആ സിസ്റ്ററിനെ പ്രൊവിൻഷ്യൽ ഹൗസിലോ അവരുടെ ജനറലേറ്റിലൊക്കെ കൊണ്ടുപോയി അടക്കാറുള്ളത്. പക്ഷേ ഇൻഡോർ ബിഷപ്പ് ആനത്തിൽ പിതാവ് പറഞ്ഞു, ഇല്ല, അവർ മരിച്ച ആ സ്ഥലത്ത് തന്നെ അടക്കണം. കാരണം ആ ദേശത്തിന് വേണ്ടി, ആ വാസികൾക്ക് വേണ്ടിയാണ്. അത് ഭയങ്കര ഒരു ക്രൂഷ്യൽ ഡിസിഷനായിരുന്നു. അങ്ങനെ ആ സംഭവം നടന്ന ആ സ്ഥലത്ത് തന്നെ അവരെ അടക്കി റാണിമരി. ഇന്ന് അവിടെ ഒരു പുണ്യസ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റാണി മരിയ ഒരു രക്തസാക്ഷി ആകണമെന്നത് ദൈവം മുൻപേ നിശ്ചയിച്ചതായിരുന്നോ അല്ലയോ? അതാണ് നമ്പർ 1 പോയിന്റ്. ഈ റാണി മരിയ ഒരു വിശുദ്ധയാകണമെന്നതും ഒരു രക്തസാക്ഷി ആകണമെന്നും. നമുക്ക് രക്തസാക്ഷികൾ വേണം. സഭയിൽ രക്തസാക്ഷികൾ വേണം. റാണി മരിയ ഒരു രക്തസാക്ഷി ആകണം എന്നത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നോ അല്ലയോ? വളരെ എളുപ്പം മനസ്സിലാവും നമുക്കത്. അമ്മയുടെ ഉദരത്തിൽ തന്നെ വെച്ച് അവളെ കുറിച്ചുള്ള പ്ലാൻ അതായിരുന്നു. അങ്ങനെയാണല്ലോ. ഒരാൾ രക്തസാക്ഷി ആകണമെങ്കിൽ ദൈവം വേറൊരാളെ എന്ത് ചെയ്യണം? ആ ആളെ കൊല്ലാൻ വേണ്ടി തെരഞ്ഞെടുക്കണം. അതാണ് അതിന്റെ മറ്റൊരു വശം. റാണി മരിയ രക്തസാക്ഷി ആകണമെങ്കിൽ അതിനെ വേറൊരാളെയും കൂടി തെരഞ്ഞെടുക്കണം ഭർത്താവ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് സമന്തർ സിംഗ്. കണ്ടോ? അങ്ങനെ അയാൾ വഴി റാണി മരിയ രക്തസാക്ഷിയായി. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ പീഡിപ്പിച്ചു എന്നല്ല ചിന്തിക്കേണ്ടത്. ക്രിസ്തീയത വളരണമെങ്കിൽ രക്തസാക്ഷിത്വം ഉണ്ടാകണം. രക്തസാക്ഷിത്വം. നമ്മൾ എന്തായാലും കൊറോണ ബാധിച്ച് മരിക്കണില്ലേ? നമ്മൾ ഇന്നലെ കണ്ട ആൾക്കാരെ കാണണില്ല. എന്തു പറ്റി? നമ്മുടെ സ്വന്തക്കാര് ആളുടെ ശവം പോലും കാണാൻ കിട്ടണില്ല. അതിന് നല്ലത് രക്തസാക്ഷിയാകല്ലേ. എന്താ രക്തസാക്ഷിയാകാൻ ഇത്ര പേടി? എന്താ നമുക്ക് രക്തസാക്ഷിയാകാൻ പേടി? ആ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഭയങ്കര ആനന്ദമാണെന്നാണ് വിശുദ്ധർ പറയണത്. ആ വിശുദ്ധ ലോറൻസിനെ ഒരു വശം ചുട്ട് കരിച്ചപ്പോ ചിരിച്ചുകൊണ്ട് പറയാണ്, എന്റെ മറ്റേ വശത്തേക്ക് ഒരു വശം ഇപ്പൊ ശരിയായി, അടുത്ത വശത്തേക്ക് തിരിച്ചിടാൻ പുഞ്ചിരിച്ചുകൊണ്ടാ പറയണേന്ന് പറഞ്ഞേ. രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ ഒട്ടനെ സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് പോവുകയാണ്. ഇവിടെ കിടന്ന് കൊറോണ ബാധിച്ച് മരിക്കണതിന് ഒരു പ്രശ്നമില്ല. രക്തസാക്ഷിയാകാൻ എല്ലാവർക്കും പേടി. അപ്പോ ഈ റാണി മരിയ ഒരു രക്തസാക്ഷിയാകണമെന്നത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. അങ്ങനെ ഒരുപാട് അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമാരും രക്തസാക്ഷി ആകാൻ വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. നമ്മൾ ഭയത്തിന്റെ പേരിൽ അതിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പീഡിപ്പിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ വഴിമാറിപ്പോവുകയാണ്. ഈശോമിശിഹാ പറഞ്ഞു, എന്നെ കൊല്ലാനായിട്ട് ആൾക്കാർ അവിടെ നോക്കിയിരിക്കുകയാണ്, എനിക്ക് വേഗം ജെറുസലേമിലേക്ക് പോകണം. മനസ്സിലായോ? ഈ സമന്തർ സിംഗിനെ ദൈവം തെരഞ്ഞെടുത്തതാണ്. എന്തിനു തെരഞ്ഞെടുത്തു? റാണി മരിയെ രക്തസാക്ഷിയാക്കാൻ. ഇനി ആ വിശ്വാസത്തിന്റെ പൈതൃകം നോക്കൂ. ആ റാണി മരിയയുടെ വീട്ടുകാര് ഇവർക്കെതിരെ, ഈ സമന്തർ സിംഗിനെതിരെയോ ആ നാട്ടുകാർക്കെതിരെയോ വല്ലതും പറഞ്ഞു? ആ റാണി മരിയയുടെ സിസ്റ്റർ ഈ സമന്തർ സിംഗിനെ പോയി കണ്ടു, ക്ഷമിച്ചു, കയ്യിൽ രാഖി ബന്ധം നടത്തി. രാഖി എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരനായിട്ട് സ്വീകരിച്ചു. റാണി മരിയയുടെ അപ്പനും അമ്മയും അയാളോട് ക്ഷമിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്റെ മകനാണ്. സമന്തർ സിംഗിന്റെ അത്ഭുതം ഇതെന്താണ്? ഇതെന്ത് സ്നേഹമാണ്! സ്വന്തം മകളെ കൊന്ന ആളെ മകനായിട്ട് സ്വീകരിക്കണോ? ഇതെവിടുത്തെ സ്നേഹം? ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ഇത് നമ്മുടെ നാട്ടിലെ കാര്യമാണ്, ദൂരെ ഒന്നും അറിഞ്ഞതല്ല. ഈ കാലഘട്ടത്തിലുണ്ടായതാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കണ്ട കാര്യമാണത്. സമന്തർ സിംഗിനെ റാണി മരിയയുടെ അപ്പനും അമ്മയും പറയാണ്, നീ ഞങ്ങളുടെ മകനാണ്, നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, വിഷമിക്കണ്ട. സമന്തർ സിംഗിനെ മാർപ്പാപ്പ വരെ വിളിച്ചു കാണുന്നു. ഇതാണ് ക്രിസ്തു സ്നേഹം. ഇതിലേക്ക് നമ്മൾ വരണം. റാണി മരിയെ പീഡിപ്പിച്ചതിന് വേണ്ടി ആരും പ്രതികരിക്കുകയോ
അതിനെതിരെ ഒരക്ഷരം ആരും പറഞ്ഞില്ല. മറിച്ച് ആ നാട്ടുകാരെ സ്നേഹിക്കുകയും അവരോട് ക്ഷമിക്കുകയും സമന്തർ സിംഗിനോട് ക്ഷമിക്കുകയും ചെയ്തു. ഇപ്പോൾ റാണി മരിയത വിശുദ്ധ പദവിയിലേക്ക് വരാൻ പോകുന്നു. സമന്തർ സിംഗ് മാനസാന്തരപ്പെട്ടു. സമന്തർ സിംഗ് മാമോദീസ സ്വീകരിച്ചു, ക്രിസ്ത്യാനിയായി. എങ്ങനെയായി? ഈ രക്തസാക്ഷിനിയായ റാണി മരിയയുടെ പ്രാർത്ഥനയിലൂടെയും സഭയുടെ പ്രാർത്ഥനയിലൂടെയും സമന്തർ സിംഗ് ഇപ്പോ വലിയ ക്രിസ്തു ശിഷ്യനായി കർത്താവിനെ പ്രഘോഷിക്കും. ആ നാട് മുഴുവനും അനുഗ്രഹമായി മാറി. ഒരു രക്തസാക്ഷി. നമ്മൾ രക്തസാക്ഷികൾ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ സ്വീകരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശത്രുക്കളെല്ലാം മിത്രമാകുന്നു. മാത്രമല്ല, ശത്രുക്കളിലൂടെ പോലും ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടും. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ ആകത്തുകയായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ഇനി ഇതിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കും. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പഠനമൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഒറ്റ കാര്യം, ഇത് കുറച്ച് ദിവസം എടുക്കും ഈ പഠനം മുഴുവനും കംപ്ലീറ്റ് ആക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുക. നമ്മൾ പ്രതികരണവും ശത്രുതയും വെക്കുകയാണെങ്കിൽ ഈ വചനം നമ്മളിൽ പൂർത്തിയാകും. എന്താണ്? സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ആരാണ് നിന്റെ സഹോദരൻ? ഈ ലോകത്തിലുള്ളവർ മുഴുവനും നമ്മുടെ സഹോദരരാണ്. നമ്മുടെ എന്ന് മാത്രമല്ല, ക്രിസ്തുവിന്റെ സഹോദരരാണ്. ക്രിസ്തുവിന്റെ സഹോദരൻ. ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും ക്രിസ്തുവിന്റെ സഹോദരരാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം ഇതാണ്. ഈ ലോകത്തിലുള്ളവരെല്ലാവരും ക്രിസ്തുവിന്റെ സഹോദരരാണ്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഏത് ജാതി മതസ്ഥരെയും നമ്മൾ വെറുക്കുകയോ, അവരെത്ര ഭീകരരായാലും നമ്മൾ അവരെ നേടണം. അവരെ നേടാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. അവരെ നേടാൻ വേണ്ടിയാണ്. എങ്ങനെ നേടും? മാർപ്പാപ്പ പറഞ്ഞ 3 കാര്യം ഓർക്കുക. അവര് ദൈവം സ്നേഹിക്കുന്നു. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ദൈവം സൂര്യൻ ഉദിപ്പിക്കുന്നു. നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും ദൈവം മഴ പെയ്യിക്കുന്നു. ദൈവത്തെ സംബന്ധിച്ച് എല്ലാവരും ഒരുപോലെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ 10 മക്കളുണ്ട്. അതിനകത്ത് ഒരുവൻ കള്ളും കുടിച്ച് ബഹളം ഉണ്ടാക്കി നടക്കണു. ആ അമ്മയ്ക്ക് അവനെ വെറുക്കാൻ പറ്റുമോ? ആ അമ്മ അവനെ സ്നേഹിക്കുന്നു. എന്ന പോലെ തന്നെയാണ് ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. 2, ഈശോ പറഞ്ഞു, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 3, ശത്രുക്കളെ സ്നേഹിക്കുക. അതാണ്. അപ്പൊ ആ സ്നേഹം നമ്മളിലൂടെ ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പുള്ള ഈ 2 കാര്യങ്ങൾ പോകണം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.